Hi, my dear students. We are going to listen the Malayalam explanation of NCERT Class 7 English, Purvi textbook, Unit 1, Learning Together. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ദ ഡേ ദ റിവർ സ്പോക്ക് അതിന്റെ ക്ലാസ് ആണിത്. അപ്പൊ എല്ലാ ലെസണുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ടെക്സ്റ്റൽ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയ ദ ഡേ ദ റിവർ സ്പോക്ക്, അതായത് നദി സംസാരിച്ച ആ ദിവസം, അതിന്റെ ക്ലാസ് കേൾക്കാം. ലെറ്റ് us do these activities before we read. ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ആക്ടിവിറ്റി, ക്ലോസ് യുവർ ഐസ് ആൻഡ് ക്വയറ്റ്ലി ലിസൺ ടു ദ സൗണ്ട്സ് അറൌണ്ട് യു ഫോർ എ മിനിറ്റ്. എല്ലാവരും കണ്ണുകളൊക്കെ അടച്ച് ഒരു മിനിറ്റ് നിങ്ങൾക്ക് ചുറ്റുമുള്ള സൗണ്ട് ഒന്ന് ലിസൺ ചെയ്യാം. അപ്പൊ പല പല സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. വിൻഡ് ഒക്കെ അടിക്കുന്ന ശബ്ദം കേൾക്കാം, ചിലപ്പോൾ ബേർഡ്സ് ചെറുപ്പ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാൻ സാധിക്കും, വണ്ടികൾ പോകുന്ന സൗണ്ട് കേൾക്കാൻ സാധിക്കും, ഫാൻ കറങ്ങുന്ന സൗണ്ട് കേൾക്കാൻ സാധിക്കും. ആർ ദേ ട്രൈ ടു ടെൽ യു സംതിങ്? അപ്പൊ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, ഈ സൗണ്ടുകളൊക്കെ എന്തെങ്കിലും നമ്മളോട് പറയുന്നതായിട്ട് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോ വിൻഡ് ആണെങ്കിൽ, ഐ തിങ്ക് ദ വിൻഡ് ഈസ് ടെല്ലിംഗ് മീ ടു മൂവ് കറേജിയസ്ലി. വിൻഡ് പറയുകയാണെങ്കിൽ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ, നിന്റെ പഠനവും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പൊക്കോ എന്ന് വിൻഡ് പറയുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. ബേർഡ്സ് പറയുകയാണെങ്കിൽ ടീച്ചറിനെ ലിസൺ ചെയ്ത് പഠിക്കൂ എന്ന് പറയുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം, അല്ലെ? ഡു യു തിങ്ക് ദ തിങ്സ് അറൌണ്ട് യു ഓൾസോ ലിസൺ ടു യു ഓൾ ഡേ ലോങ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ട്രീസും ലീവ്സും വിൻഡും അങ്ങനെയെല്ലാം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്? ഇമാജിൻ ചെയ്ത് നോക്കി. യെസ്, അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? യെസ്, ദേ ലിസൺ ടു അസ്, അല്ലെ? അവർ ശ്രദ്ധിക്കുന്നുണ്ടാകും, അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും നമ്മൾ നല്ല കുട്ടിയാണോ ചീത്ത കുട്ടിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാകും എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം, അല്ലെ? ഷെയർ യുവർ ആൻസേഴ്സ് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ദ ടീച്ചർ. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ടീച്ചറുമായിട്ടും ഷെയർ ചെയ്യൂ. ഓക്കെ, നൗ ദ സെക്കൻഡ് ആക്ടിവിറ്റി. ജാൻവി വാസ് എ ബ്രൈറ്റ് യങ് ഗേൾ who lived with her parents and 3 brothers in a coastal village in India. ഇപ്പൊ ജാൻവി എന്ന് പറയുന്ന വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ചെറിയൊരു കുട്ടി, മിടുക്കിയായ കുട്ടി, അവളെ പേരൻസിന്റെയും 3 ബ്രദേഴ്സിന്റെയും കൂടെ ഇന്ത്യയിലെ ഒരു കോസ്റ്റൽ വില്ലേജിലാണ് താമസിച്ചിരുന്നത്. കോസ്റ്റൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ കടലിന്റെ സൈഡിലുള്ള പ്ലേസ് കേട്ടോ, കടൽപ്പുറം. അങ്ങനെയുള്ള കടലിന്റെ അടുത്തുള്ള ബീച്ച് സൈഡിലുള്ള ഒരു വില്ലേജിലാണ് അവള് ജീവിച്ചിരുന്നത്. ഹെർ പേരൻസ് വർക്ക്ഡ് ഓൺ ദ ഫാം. അവളുടെ പേരൻസ് ഫാമിൽ, വെജിറ്റബിൾ ഫാമോ അങ്ങനെ ഏതെങ്കിലും ആനിമൽ ഫാമോ എവിടെയോ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഷീ ഹാഡ് എ ഡ്രീം. അവൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. വാട്ട് കുഡ് ദാറ്റ് ഡ്രീം ബി? അത് എന്തായിരിക്കും ആ ഡ്രീം? നിങ്ങൾക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാമോ? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഹെർ ഡ്രീം കുഡ് ബി ടു ഹെൽപ്പ് ഹെർ പേരൻസ് ആൻഡ് വില്ലേജസ് ടു ലീവ് ബെറ്റർ, അല്ലെ? ചിലപ്പോ അവളുടെ സ്വപ്നം എന്തായിരിക്കാം? പേരൻസിനെയൊക്കെ എങ്ങനെയും പഠിച്ച് ജോലിയൊക്കെ കിട്ടി ഹെൽപ്പ് ചെയ്യണം, അതോടെ വില്ലേജേഴ്സിന് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും ചെയ്യണമെന്നായിരിക്കാം അവളുടെ ഡ്രീം, അല്ലെ? ഹൗ കുഡ് ഷീ മേക്ക് ഹെർ ഡ്രീം കം ട്രൂ? അവൾക്ക് എങ്ങനെ അവളുടെ ഡ്രീം ട്രൂ ആക്കാൻ സാധിക്കും? അവൾക്ക് എന്നെ ചെയ്യാം? നന്നായിട്ട് പഠിക്കാം, അല്ലെ? ഷീ കുഡ് സ്റ്റഡി ഹാർഡ് ആൻഡ് ഗെറ്റ് ഗുഡ് മാർക്ക്, അല്ലെ? ഗെറ്റ് എ ഗുഡ് മാർക്ക് ഓർ ഗെറ്റ് എ ഗുഡ് ജോബ്. അപ്പൊ അങ്ങനെ അവൾക്ക് വേണമെങ്കിൽ എന്താണ്, അവൾക്ക് അവളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് യുവർ ഡ്രീം? ഇനി നിങ്ങളുടെ ഡ്രീം എന്താണ്? വാട്ട് ക്യാൻ യു ഡു ടു മേക്ക് യുവർ ഡ്രീം കം ട്രൂ? എല്ലാവർക്കും ഓരോ ഡ്രീം ഉണ്ട്, അല്ലെ? മൈ ഡ്രീം ഇസ് ടു ബിക്കം എ ഡോക്ടർ. എന്റെ ഡ്രീം ഒരു ഡോക്ടർ ആവുക എന്നതാണ്. ഐ മസ്റ്റ് സ്റ്റഡി ആൻഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് മൈ ഡ്രീം. നമ്മളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് പഠിക്കണം, അല്ലെ? എന്നാലാണ് നമുക്ക് നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നന്നായി പഠിച്ച് നല്ല ജോലി കിട്ടിയാൽ നമുക്ക് നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാം. ദാറ്റ് ഓൾസോ യു ഷെയർ വിത്ത് യർ ക്ലാസ്മേറ്റ് ആൻഡ് ദ ടീച്ചർ. ഇനി നമുക്ക് ലെസണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ശ്രദ്ധിക്കൂ. എ ബിഗ് ബ്രൈറ്റ് ടിയർ സ്പ്ലാഷ് ഡൗൺ ഹെർ നോസ്. അപ്പൊ വലിയൊരു കണ്ണുനീര് അവളുടെ മൂക്കിലേട്ട് വന്നു. സ്പ്ലാഷ്ഡ് എന്ന് വെച്ചാൽ ഫെല്ലിൻ ഡ്രോപ്സ്. ഒരു ഡ്രോപ്പ് അവളുടെ മൂക്കിലേട്ട് വരെയാണ്, ഒരു സൗണ്ട് ഉണ്ടാക്കി. എന്തിനാണ് അവൾക്ക് കണ്ണീര് വന്നത്? ആൻഡ് അനദർ, ഒരെണ്ണം കൂടി വന്നു. അതായത് കണ്ണീര് അവളുടെ മൂക്കിലേട്ട് ഇങ്ങനെ പിടുപിടുന്ന് ചാടുകയാണ്. എ കിങ് ഫിഷർ സ്വെപ്റ്റ് ഡൗൺ. അവൾ എവിടെയോ അവിടെ ഒരു നദിയുടെ സൈഡിലാണ് അവൾ ഇരിക്കുന്നത്.
കിങ്ഫിഷർ എന്ന് പറഞ്ഞൊരു ബ്ലൂ കളർ ബേർഡ് ആണ്. ആ ബേർഡ് ഡൈവ് ചെയ്യുന്നുണ്ട് ആ റിവറിലേക്ക്. ഇറ്റ്സ് വിങ്സ് ആൻ ആരോ ഓഫ് ബ്ലൂ ഇൻ ദ സൺലൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം കിങ്ഫിഷറിന്റെ കളർ ഒരു ബ്ലൂ കളറാണ്. അപ്പൊ അതിന്റെ ഈ ചിറകുകള് ഒരു ആരോ, ബ്ലൂ കളർ ആരോ പോലെ സൺലൈറ്റില് തിളങ്ങുന്നുണ്ട്. ആൻഡ് എ ഗ്രീൻ ലിസാർഡ് slithered down to the river's edge to bask in the sun. അതുകൂടാതെ ഒരു ഗ്രീൻ കളർ ലിസാർഡ്, അത് സ്ലിത്തേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ രണ്ട് സൈഡിലേട്ടും മൂവ് ചെയ്ത് റിവറിന്റെ എഡ്ജിൽ വരുന്നുണ്ട്. എന്തിനാണ്? ആ സൂര്യന്റെ ആ ഒരു വാംത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. മോർണിംഗ് ടൈം ആണെന്ന് വെച്ചോ. ഡിയർ ഡിയർ said a sleepy murmuring voice, what is the matter? അപ്പൊ ഒരു ഉറക്കം തൂങ്ങിയ ഒരു മർമറിങ്, ഒരു ചെറിയ സൗണ്ടിലുള്ള ഒരു വോയിസ് ഈ കുട്ടിയോട് എന്തോ പറയുന്നുണ്ട്. എന്താ, വാട്ട് ഇസ് ദ മാറ്റർ, നിനക്ക് എന്നാ പറ്റിയേ? ആ കുട്ടി, ഹെർ നോയ്സ് നിന്നൊരു ഗേൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? അപ്പൊ ആ കുട്ടിയോട് വാട്ട് ഇസ് ദ മാറ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. ജാൻവി വാസ് സ്റ്റാർട്ടിൽഡ്. എന്താണ് അവളുടെ പേര്? ജാൻവി. അവൾ ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. സ്റ്റാർട്ടിൽ എന്ന് വെച്ചാൽ അത്ഭുതപ്പെട്ടു പോയി. ബിക്കോസ് ഷി വാസ് ഷുവർ ഷി ഹാഡ് ബീൻ ക്വയറ്റ് അലോൺ. അവിടെ വേറെ ആരുമില്ല, തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആരുടെ സൗണ്ട് ആണ് കേൾക്കുന്നേ? ഐ കുഡന്റ് ഹാവ് ബീൻ ദ ലിസാർഡ്, ഇറ്റ് കുഡന്റ് ഹാവ് ബീൻ ലിസാർഡ്. അതെന്തായാലും ലിസാർഡിന്റെ സൗണ്ട് അല്ല വാട്ട് ഇസ് ദ മാറ്റർ എന്നത്. ആൻഡ് ദ കിങ്ഫിഷർ വാസ് അപ്പ് ഇൻ ദ തിക്കറ്റ് ഓഫ് ബാംബു ഈറ്റിംഗ് ദ ഫിഷ് ഇറ്റ് ഹാഡ് കോട്ട്. ആ കിങ്ഫിഷർ ഉണ്ടായിരുന്നു അവിടെ. ആ കിങ്ഫിഷർ എന്തായിരുന്നു? തിക്കറ്റ് ഓഫ് ബാംബു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താണ്, കൂട്ടത്തോടെ നിൽക്കുന്ന ഈറ്റയില്ലേ, ബാംബു, ഈറ്റയുടെ അവിടെ നിന്ന് ഒരു ഫിഷിനെ റിവറിൽ നിന്ന് പിടിച്ചായിരുന്നു. അപ്പൊ അതിനെ കഴിക്കുന്ന തിരക്കിലുമായിരുന്നു. അപ്പൊ എന്തായാലും കിങ്ഫിഷറും അല്ല ഈ സൗണ്ട് ഉണ്ടാക്കിയത്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇറ്റ് കുഡിൻ ബി ദ പാരറ്റ്. അവിടെ ഒരു പാരറ്റിനെ ആ പിക്ചറിൽ കാണാം. ആ പാരറ്റും അല്ല, ബിക്കോസ് പാരറ്റ്സ് shrieked and this was such a sleepy voice. പാരറ്റ്സ് സാധാരണ ഷ്രീക്ക് സൗണ്ട് ഉണ്ടാക്കണേ, ഒരു ഹൈ പിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നേ. അപ്പൊ എന്തായാലും പാരറ്റും അല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര സ്ലീപ്പി ആയിട്ടുള്ള വോയിസ് ആയിരുന്നു. അപ്പൊ എന്തായാലും ലിസാർഡും അല്ല, കിങ്ഫിഷറും അല്ല, പാരറ്റും അല്ല ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്ത് ക്വസ്റ്റ്യൻ ആണ്? വാട്ട് ഇസ് ദ മാറ്റർ? She looked around her. There wasn't a soul in sight. ഒരു മനുഷ്യ കുഞ്ഞു പോലും ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. സോൾ എന്ന് വെച്ചാൽ പേഴ്സൺ. ഷീ വാസ് റാദർ സ്കേർഡ് ആൻഡ് വാണ്ടഡ് ടു റൺ അവേ. ഇച്ചിരി പേടിയായി, ഓടിയാലോ എന്ന് ചിന്തിച്ചു അവള്. യു ഷുഡൻ ക്രൈ, യു നോ, നീ കരയണ്ട. ദ വോയിസ് വെന്റ് ഓൺ. നീ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നല്ലോ, കണ്ണീന്ന് പിടിപിടാന്ന് എന്താണ് ടിയേഴ്സ് വരുമായിരുന്നല്ലോ. The voice went on. Went on means continue. ആ സൗണ്ട് വീണ്ടും കേട്ടു. നീ കരയണ്ട. And you really shouldn't be scared. നീ പേടിക്കുകയും വേണ്ട. When you have been coming here to see me every day, well, almost every day. നീ എന്നും എന്നെ ഇവിടെ കാണാൻ വരാറില്ലേ? Every day, മിക്ക ദിവസങ്ങളിലും നീ എന്നെ കാണാൻ ഇവിടെ വരാറുണ്ട്. She was puzzled. അവൾക്ക് കൺഫ്യൂഷൻ ആയി. ഇത് ആരാ ഇത്? It was such a voice like the river. ഇത് ഈ വോയിസ് കേട്ടിട്ട് റിവറിന്റെ വോയിസ് പോലെ ഉണ്ടല്ലോ. ഇറ്റ് couldn't be the river. റിവർ അങ്ങനെ സംസാരിക്കും, ഇത് റിവർ ആയിരിക്കുമോ? Well, tell me all about it, said the river. അപ്പൊ റിവർ തന്നെയാണ് അവളോട് സംസാരിക്കുന്നത്. നിന്നെ കുറിച്ച് നീ പറയൂ എന്ന് ആര് പറഞ്ഞു? റിവർ ഇവളോട് സംസാരിക്കുകയാണ്. For it was the river. I have got to hurry to reach the sea, you know. അപ്പൊ എന്താണ് റിവർ പറഞ്ഞത്? നീ എന്നോട് സംസാരിക്കൂ, ഞാൻ റിവർ ആണ്, എനിക്ക് പെട്ടെന്ന് തന്നെ സീയിൽ എത്തണം. അതായത് റിവർ ഒഴുകി 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 എവിടെയാണ് എത്തുന്നത്? സീയിലാണ് ആഫ്റ്റർ ഓൾ എത്തുന്നത് അല്ലെ? I want to reach the sea. So you tell me the answer fast. They won't let me go to school, said Janvi. What is the problem of Janvi? Her parents are not ready to send Janvi to school. അവളെ സ്കൂളിലേക്ക് വിടാൻ അവളുടെ പേരൻസിന് ഇഷ്ടമല്ല, വിടുന്നില്ല. I asked my mother, why can't I go to school like ഏട്ടൻ and മീന? ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, ഏട്ടനും മീനയും ഒക്കെ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, അതുപോലെ എന്നെ വിടാത്തത് എന്താ? And mother had replied, mother എന്താ പറഞ്ഞത്? You are too small baby. നീ വളരെ കുട്ടിയാണ്, നീ ഒരു ചെറിയ കുട്ടിയല്ലേ, സ്കൂളിൽ പോകാറായിട്ടില്ല. മേ ബി ലേറ്റർ, നിന്നെ പിന്നീട് വിടാം, മേ ബി ലേറ്റർ. ബട്ട് വെൻ ഷി വാസ് 5, what happened? അവൾക്ക് 5 വയസ്സായി, സ്കൂളിൽ പോകാറായപ്പോ ലിറ്റിൽ രാമു വാസ് ബോൺ ആൻഡ് മദർ സ്റ്റിൽ സെഡ്. അപ്പൊ ലിറ്റിൽ രാമു എന്ന് വെച്ചാൽ അവക്കടെ
ബ്രദർ ആണ്, ബ്രദറായ രാമു ജനിച്ചു. അപ്പൊ മദർ പറഞ്ഞു മേ ബി നെക്സ്റ്റ് ഇയർ നിന്നെ വിടാം, ഈ വർഷം വിടത്തില്ല. ജാൻവി, മൈൻഡ് യുവർ ലിറ്റിൽ ബ്രദർ വൈ ഐ ഗോ ടു ദ ഫീൽഡ്സ്. നീ നിന്റെ ലിറ്റിൽ ബ്രദറിനെ, മൈൻഡ് യുവർ ലിറ്റിൽ ബ്രദർ മീൻസ് ടേക്ക് കെയർ ഓഫ് യുവർ ലിറ്റിൽ ബ്രദർ. ഞാൻ ജോലിക്ക് പോവാണ്, ഫീൽഡിൽ പോവാണ്, അപ്പോ രാമുവിനെ നീ നോക്കണം. നൗ ഷി വാസ് നിയർലി 10. ഇപ്പൊ രാമു വലുതായി. ഇവൾക്ക് ജാൻവിക്ക് എത്ര പ്രായമായി? 10 വയസ്സോളായി. ആൻഡ് മൈൻഡിങ് ലിറ്റിൽ അപ്പു. 10 വയസ്സായിട്ടും ജാൻവി അടുത്ത കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ പേരാണ് ലിറ്റിൽ അപ്പു. ജാൻവിക്ക് വീണ്ടും ഒരു ബ്രദറായി. ആ അപ്പുവിനെ നോക്കി ഇപ്പോഴും ഇരിക്കുകയാണ്. അവളെ ഇതുവരെ സ്കൂളിൽ വിട്ടില്ല. ഹൂ വാസ് ദ സ്മോളസ്റ്റ്? ആരാണ് സ്മോളസ്റ്റ്? ലിറ്റിൽ അപ്പു. ലിറ്റിൽ അപ്പു വാസ് എ സ്മോളസ്റ്റ് ചൈൽഡ് ഇൻ ദ ഫാമിലി. അവനെ നോക്കി ഇപ്പോഴും അവൾ അവിടെ ഇരിക്കുകയാണ്. ആദ്യം രാമുവിനെ നോക്കി വലുതാക്കി, പിന്നെ ഇപ്പൊ ലിറ്റിൽ അപ്പുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഡോണ്ട് വോണ്ട് മീ, ദേ ഓൺലി. അവർക്ക് എന്നെ വേണ്ട, അവരെന്നെ സ്കൂളിൽ വിടുന്നില്ല. ഷീ സ്റ്റോപ്ഡ് വിത്ത് എ സോബ്. അവള് സംസാരം നിർത്തി, ദേ ഒള്ളി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവള് കരഞ്ഞു കരഞ്ഞ്, സോബിങ് എന്ന് വെച്ചാൽ ഒരു ഹിസ്സിങ് സൗണ്ട് വരുമല്ലോ, കരഞ്ഞു കരഞ്ഞ് പറ്റില്ലാണ്ടാവുമ്പോ അങ്ങനെ കരഞ്ഞുകൊണ്ട് അവള് ആ നദിക്കരയിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം നദിക്കരയിൽ അവൾ ഇരിക്കുന്നത്. ഐ എം സ്കെയർഡ് ടു ഗോ ടു സ്കൂൾ. ഇപ്പൊ എനിക്ക് പേടിയാണ് സ്കൂളിൽ പോവാൻ. ആൻഡ് ഐ എം സോ ഓൾഡ് നൗ. ഞാനിപ്പോ വയസ്സായില്ലേ, ഒത്തിരി പ്രായമായി എനിക്ക്. ചെറിയ കുട്ടിയായിരിക്കുമ്പോ സ്കൂളിൽ ഇപ്പൊ അങ്ങനെ പേടിയില്ല. ഇത്ര നാളായില്ലേ, ഇനി പോവാൻ നാണാവില്ലേ? They will never let me go. അതുകൂടാതെ അവർ ഒരിക്കലും എന്നെ പോവാൻ അനുവദിക്കില്ല. But I want to go. I want to learn to read like ഏട്ടൻ and മീന. ഏട്ടനും മീനയും, മീന മേ ബി ഫ്രണ്ട് ആയിരിക്കും. ഇവൾക്ക് 3 ബ്രദേഴ്സേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഏട്ടൻ എന്ന് വെച്ചാൽ എൽഡസ്റ്റ് ബ്രദർ. അപ്പൊ ഏട്ടനും മീനയും സ്കൂളിൽ പോകുന്നത് പോലെ എനിക്കും പോണം, എനിക്കും വായിക്കാനും എഴുതാനൊക്കെ പഠിക്കണം. ജാൻവി called her brother ഏട്ടൻ. ഏട്ടൻ മീൻസ് എൽഡർ ബ്രദർ. ഇൻ മലയാളം ഏട്ടൻ മീൻസ് എൽഡർ ബ്രദർ, അതായത് മൂത്ത ചേട്ടൻ. ബട്ട് ഹിസ് റിയൽ നെയിം വാസ് ഗോപി. എന്താണ് അവളുടെ ചേട്ടന്റെ പേര്? ഗോപി. അപ്പൊ അവൾക്ക് 3 ബ്രദേഴ്സ് ആണുള്ളത്. ഒന്ന് ഗോപി, ഒന്ന് രാമു, ഒന്ന് അപ്പു. ഓക്കെ. ഐ വോണ്ട് ടു നോ വൈ സ്പൈഡേഴ്സ് ആർ യെല്ലോ ഇൻ യെല്ലോ ഫ്ലവേഴ്സ്. അവൾക്ക് സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? എനിക്കറിയണം സ്പൈഡേഴ്സ് യെല്ലോ ഫ്ലവറിൽ ഇരിക്കുമ്പോ യെല്ലോ കളർ ആവുന്നത് എന്തുകൊണ്ട്? വൈ ബാംബൂ ട്രീസ് റസിൽ. എന്താണ് ഈ ബാംബു, ഈ ഈറ്റയൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നത്? റസിൽ സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോ ഒരു ബാംബൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസി ഒരസി ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? വൈ ദ മൂൺ ഓൾവേസ് കംസ് ഫ്രം ബിഹൈൻഡ് ദ ഹിൽസ്. മൂൺ എന്തുകൊണ്ടാണ് ഹില്ലിന്റെ പുറകിൽ നിന്ന് പൊങ്ങി വരുന്നത്? നെവർ ദ അതർ വേ. എന്തുകൊണ്ടാണ് അല്ലാണ്ട് വരാത്തത്? വൈ ദ ബേബി ഫിഷ് ഇൻ ദ ഫീൽ വാട്ടർ ബിക്കം ഫ്രോഗ്സ്. ഇപ്പൊ ബേബി ഫിഷസ് ഉണ്ടല്ലോ, വാട്ടറിലുള്ള ബേബി ഫിഷസ് എങ്ങനെയാണ് ഫ്രോഗ്സ് ആയിട്ട് മാറുന്നത്? ഇതിന്റെയൊക്കെ കാരണം എനിക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കണം, അറിയണം. സ്റ്റോപ്പ്, സെഡ് ദ റിവർ. ഓ, യു മേക്ക് മീ ബ്രെത്ത്ലെസ്. ഏതോ ഒരു ക്വസ്റ്റ്യൻസ് ആ നിനക്ക്. നീ എനിക്ക് ശ്വാസം വിടാൻ സമയം തരൂ. സോ മെനി വൈസ്. എന്തോരം കാരണങ്ങളാ നിനക്ക് അറിയണ്ടേ? ഐ കൻ ടെൽ യു വേർ ദ മൂൺ ഗോസ്. എനിക്ക് നിന്നോട് പറയാൻ സാധിക്കും എവിടെയാണ് മൂൺ പോകുന്നതെന്ന്. ദ റിവർ സെഡ് കോൺസ്പിറേറ്റോറിയലി. ദാറ്റ് മീൻസ് സീക്രട്ട്ലി. കോൺസ്പിറേറ്റോറിയലി, കോൺസ്പിറസി എന്ന് കേട്ടിട്ടില്ലേ? കോൺസ്പിറേറ്റോറിയലി മീൻസ് സീക്രട്ട്ലി പറയാണ്. ഞാൻ പറയാം മൂൺ എങ്ങടാ പോണേന്ന് ഞാൻ പറയാം. ഇറ്റ് ഗോസ് ഡൗൺ ടുവേർഡ്സ് ദ സീ. അത് പോകുന്നത് കടലിന്റെ അടിയിലേട്ടാണ്. ഐ ഹാവ് സീൻ. ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഓൾവേസ് ടേക്ക് ദ സെയിം വേ ഓവർ ദ മൗണ്ടൻസ്. അത് ആ സെയിം വേയില് മൗണ്ടൻസ് ഒക്കെ കഴിഞ്ഞ് സീയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആൻഡ് ഡൗൺ ടു ദ സീ. സീയുടെ അടിയിലേക്ക് പോകും. ലൈക്ക് മീ, എന്നെ പോലെ തന്നെ. എന്താണ് അവിടെ ലൈക്ക് മീ എന്ന് ഉദ്ദേശിക്കാൻ കാരണം? റിവറും സീയിലാണ് ചെല്ലുന്നത്. സീയുടെ അടിയിലോട്ട് പോവാണ് അല്ലെ, വാട്ടറിന്റെ അടിയിലോട്ട് പോവാണ്. സെയിം ലൈക്ക് ദ മൂൺ ഗോസ് ടു ദ സീ. അപ്പൊ അങ്ങനെ പറഞ്ഞ് ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമ്മുടെ ആരാണ്, റിവർ ജാൻവിക്ക് പറഞ്ഞു കൊടുക്കാണ്. What was Janvi's dream? Was it important to her? Why? Janvi's dream was to go to school and learn to read like Etan and Meena, alle? And she wanted to know the answer of many questions in her mind. Many questions are there in her mind. She wanted to know the answer of all those questions. Do you think the river can help her in fulfilling her dream? How? Yes, I think that river can give some suggestions and the confidence to achieve her dream, alle?
എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ, ഐഡിയാസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, നൗ ദ സെക്കൻഡ് പാർട്ട്. ഈവൻ ലിറ്റിൽ രാമു ഗോസ് ടു സ്കൂൾ, സെഡ് ജാൻവി. ജാൻവി പറയാണ്, ആ ലിറ്റിൽ രാമു അവനും സ്കൂളിൽ പോയി തുടങ്ങി. പിറ്റി ദ സ്കൂൾ ഇസ് നോട്ട് ബൈ ദ സീ, ഐ എം ഫീലിംഗ് വെരി സാഡ്. ഈവൻ ലിറ്റിൽ പിറ്റി ദ സ്കൂൾ isn't by the sea, said the river. അപ്പൊ റിവർ പറയാണ്, ഓ സ്കൂള് സീയുടെ അടുത്തല്ല. then I could take you along. സീയുടെ അടുത്തെങ്ങാനായിരുന്നു നിന്റെ സ്കൂളെങ്കിൽ ഞാൻ നിന്നെ എന്റെ കൂടെ കൊണ്ടുപോകുമായിരുന്നു അല്ലെ. യു നോ, ബട്ട് ഐ സപ്പോസ് ഐ couldn't really. എനിക്ക് തോന്നുന്നു എനിക്ക് നിന്നെ ക്യാരി ചെയ്യാനൊന്നും പറ്റില്ല, നിന്നെ കൊണ്ടുപോകാനൊന്നും പറ്റും സ്കൂളിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കൊണ്ട് നിന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല സ്കൂളില്. യു വുഡ് ഗെറ്റ് യുവർ ഫീറ്റ് വെറ്റ്. കാരണം എന്താണ്, നിന്നെ എടുത്തുകൊണ്ട് ഞാൻ നദിയിലൂടെ പോയി കഴിഞ്ഞാൽ നിന്റെ കാലില് വെള്ളം വരും, നിന്റെ കാല് തണുത്തു പോകും. ആൻഡ് വാട്ട് കുഡ് നെവർ ഡു, ആൻഡ് ദാറ്റ് കുഡ് നെവർ ഡു, അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഐ എം അഫ്രൈഡ് ദർ ഇസ് ഓൺലി വൺ തിങ് യു ക്യാൻ ഡു. എനിക്ക് തോന്നുന്നു, എനിക്ക് എന്റെ മനസ്സിലൊരു ഭീതി തോന്നുന്നു, എനിക്ക് ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ്? ക്യാൻ ഐ ഡു സംതിങ്, ആസ് ജാൻവി. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വെൽ ഇറ്റ്സ് അപ് ടു യു, അത് നിന്നെ ആശ്രയിച്ചിരിക്കും, നിനക്ക് ചെയ്യാൻ സാധിക്കും. സെഡ് ദ റിവർ. റിവർ പറയാണ്, seem to me little girls can do as much as little boys. എനിക്ക് തോന്നുന്നു ലിറ്റിൽ ഗേൾസിനും ബോയ്സിനൊക്കെ എല്ലാം ഒരുപോലെ ചെയ്യാൻ സാധിക്കും. അവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബോയ്സ് ഒക്കെ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഗേൾസിന് ചെയ്യാൻ സാധിക്കും. ദേ സ്വിം ആസ് ഫാസ്റ്റ് ആസ് ലിറ്റിൽ ബോയ്സ്. ഗേൾസ് ബോയ്സ് സ്വിം ചെയ്യുന്ന പോലെ എന്നെ ഫാസ്റ്റ് ആയിട്ട് സ്വിം ചെയ്യാറുണ്ടല്ലോ. അപ്പൊ നിനക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. യു ജസ്റ്റ് സ്ലിപ്പ് അലോങ് വൺ മോർണിംഗ്. നീ ഒരു മോർണിംഗിൽ എണീറ്റിട്ട് മിണ്ടാതെ പൊക്കോളുക. ആൻഡ് സിറ്റ് ദേർ ഇൻ ദ സ്കൂൾ. സ്കൂളിൽ പോയി ഇരിക്കുക, ആരോടൊന്നും പറയണ്ട, നേരെ സ്കൂളിൽ പോയി ഇരിക്കുക. ആൻഡ് ലിസൺ ടു വാട്ട് ഇസ് ഗോയിങ് ഓൺ. നീ ലിസൺ ചെയ്യുക, അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. ആൻഡ് മേ ബി ദ ടീച്ചർ വിൽ ലെറ്റ് യു സ്റ്റേ. ചിലപ്പോൾ നിന്റെ ടീച്ചർ പറയുമായിരിക്കും നീ അവിടെ ഇരുന്ന് പഠിച്ചോളൂ എന്ന് നിന്റെ ടീച്ചർ പറയുമായിരിക്കും എന്നൊരു ഐഡിയ റിവർ നമ്മുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ജാൻവിയുടെ അടുത്ത്. എന്താണ്? നീ സ്കൂളിൽ പോയി പയ്യെ മിണ്ടാതെ ക്ലാസ്സിൽ പോയിരിക്കുക, അപ്പൊ ടീച്ചർ നിന്നെ മിക്കവാറും അവിടെ ഇരുത്തും. ആയിക്കൂടി ഗ്യാസ് ജമി. അയ്യോ എനിക്കത് പറ്റില്ല. ഗ്യാസ് എന്ന് വെച്ചാൽ ആകെ പേടിച്ചവള് പറയാണ്, അയ്യോ ആയിക്കൂടി ദേ ഹാഡ് സ്കെയർ മീ. എനിക്ക് പേടിയാണ്. ദേ ഹാഡ് ചേസ് മീ ഔട്ട്. അവരെന്നെ ഓടിക്കുകയൊക്കെ ചെയ്യുവാണെന്ന്. എനിക്ക് പേടി അങ്ങനെ പോയി ഇരിക്കാൻ. ദ റിവർ ലാഫ്റ്റ്. യു സ്കെയർഡ്, നിനക്ക് പേടിയാണോ? ദ റിവർ സെഡ്, വെൻ യു ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ദ ഗ്രീൻ ലിസാർഡ്. നിനക്ക് പച്ച ലിസാർഡിനെ പേടിയില്ലല്ലോ, പല്ലികളെ ഒന്നും പേടിയില്ലല്ലോ. then or of the snake in the bamboo clump. ഇവിടെ ഈ ബാംബുവിന്റെ അടുത്തല്ലേ നീ ഇരിക്കുന്നേ. ക്ലംബ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ട്രീസ്. ആ ഈറ്റയൊക്കെ ഉണ്ടായി നിൽക്കുന്ന, ഇല്ലി ഉണ്ടായി നിൽക്കുന്ന ആ ക്ലംബിലുള്ള സ്നേക്കിനെ നിനക്ക് പേടിയില്ല. ജാൻവി സ്റ്റാർട്ടിൽ അവൾക്ക് ഒരു പേടിയായി പോയി പെട്ടെന്ന്. അയ്യോ. ഓർ ദ ബിഗ് ട്രെയിൻസ് റാറ്റ്ലിംഗ് പാസ് ദാറ്റ് ബ്രിഡ്ജ്. ആ റിവറിന്റെ അവിടെയുള്ള ബ്രിഡ്ജ് ഉണ്ടല്ലോ, അവിടെ ട്രെയിൻ ഇങ്ങനെ റാറ്റ്ലിംഗ് എന്ന് വെച്ചാൽ വോയിസ് ഉണ്ടല്ലോ, ഇങ്ങനെ എന്താണ് പാളത്തേക്കുള്ള ട്രെയിൻ പോകുമ്പോൾ ഷെയ്ക്ക് ചെയ്യണ സൗണ്ട്, അതിനെ നിനക്ക് പേടിയില്ല. ട്രെയിൻസ് ആർ നോയ്സി, ഐ പ്രിഫർ ഷിപ്സ് അറ്റ് ദ റിവർ. എനിക്ക് പെട്ടെന്ന് റിവർ ആ ഒരു എന്താണ് ആ ഒരു കോൺവെർസേഷൻ ട്വിസ്റ്റ് ചെയ്യാണ്. എന്താണ്? ട്രെയിൻസിന്റെ നോയ്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല, എനിക്കിഷ്ടം ഷിപ്പുകളെയാണ്. ജാൻവി നെവർ ന്യൂ ദ സ്നേക്ക് ലിവ്ഡ് ഇൻ ദ ബാംബു ക്ലംബ്. അപ്പൊ ജാൻവിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു സ്നേക്ക് ഒക്കെ ഈ ബാംബുവിന്റെ ഇടയ്ക്കൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അത് ജാൻവി പെട്ടെന്നൊന്ന് പേടിച്ചു പോയി ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ. അത് കാരണമാണെന്ന് തോന്നുന്നു റിവർ പെട്ടെന്ന് ആ ഒരു സബ്ജക്ട് മാറ്റിയത്. വാട്ട് ആർ ഷിപ്സ്, ഷി ആസ്ക്ഡ്. എന്താ ഷിപ്സ് എന്ന് വെച്ചാ അവൾക്ക് അറിയില്ല. ബിഗ് ബോട്ട്സ്. ഷിപ്സ് എന്ന് വെച്ചാൽ വലിയ ബോട്ടുകൾക്കാണ് ഷിപ്പ് എന്ന് പറയുന്നത്. സോ ബിഗ് ദാറ്റ് ദേ ക്യാൻ ടേക്ക് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഷിപ്സിന് കുറെ നൂറുകണക്കിന് ആളുകളെ കയറ്റാൻ പറ്റും. ആൻഡ് ദേ സെയിൽ അലോങ് ദ സീ വിത്ത് ലൈറ്റ്സ് ദാറ്റ് ഷൈൻ ഓൾ നൈറ്റ്. അവര് ഈ ഷിപ്പുകളെ കാണാൻ സാധിക്കുന്നത് കടലിലാണ്. അപ്പൊ രാത്രി മുഴുവൻ വലിയ ലൈറ്റുകളൊക്കെ ആ ഷിപ്പിൽ ഉണ്ടാകും. ജാൻവി ഹെൽഡ് ഹെർ ബ്രെത്ത്. അവളിങ്ങനെ ശ്വാസം വിടാതെ കേട്ടിരുന്നു. വിൽ ദേ കം ഹിയർ, ഷി ആസ്ക്ഡ്. ഈ ഷിപ്പുകൾ നമ്മുടെ ഈ റിവറിൽ കൂടെ വരുമോ? ഐ എം അഫ്രൈഡ് നോട്ട്. എനിക്ക് തോന്നുന്നു വരുമൊന്നുമില്ലെന്ന്. സെഡ് ദ റിവർ. ടു ലാർജ് നോ. ഷിപ്പൊക്കെ വലുതാണ്, ഭയങ്കര വലുപ്പമാണ്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഇതിക്കടി ഒന്നും വരില്ല. ചന്ദൂസ് കാറ്റമറാൻ. കാറ്റമറാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ട്. അപ്പൊ ചന്തുവിന്റെ ബോട്ട് ഈസ് ഗുഡ് ഇനഫ് ഫോർ മീ. അത് ആണ് നമ്മുടെ റിവറിന് മതിയായത്.
ചന്തു ക്യാൻ ടേക്ക് യു ടു സീ എ ഷിപ്പ് സംഡേ. എനിക്ക് തോന്നുന്നു ചന്തു നിന്നെ ഷിപ്പ് കാണാൻ ഒരു ദിവസം കൊണ്ടുപോകും. ചന്തു അവിടെയുള്ള ഏതെങ്കിലും ബോട്ട് ഓടിക്കുന്ന ആളായിരിക്കും. They had never let me, wailed ജാൻവി. അവരൊരിക്കലും എന്നെ പോവാൻ അനുവദിക്കില്ല. വെയിൽ ജാൻവി. വെയിൽഡ് എന്ന് വെച്ചാൽ കംപ്ലൈന്റ് ഇൻ എ ലൗഡ് വോയിസ്. അവള് കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ മർമർ ചെയ്യാണ്. അവരൊരിക്കലും എന്നെ പോവാൻ അനുവദിക്കില്ല. അവര് സ്കൂളിൽ എന്നെ വിടില്ല. ട്രൈ ഗോയിങ് ടു സ്കൂൾ ഫസ്റ്റ്. നീ ട്രൈ ചെയ്യ സ്കൂളിൽ പോവാൻ. സെഡ് ദ റിവർ. റിമെമ്പർ ഇറ്റ്സ് അപ് ടു യു. ഇത് നിനക്ക് സാധിക്കുന്ന കാര്യമാണ്. നീ തീരുമാനിച്ചാൽ നിനക്ക് പോവാൻ സാധിക്കും. നീ ട്രൈ ചെയ്യൂ. നീ ട്രൈ ചെയ്താൽ നിനക്ക് സാധിക്കും എന്ന കോൺഫിഡൻസ് നമ്മുടെ റിവർ ജാൻവിക്ക് കൊടുക്കാണ്. ജാൻവി ഗ്യാതേർഡ് കറേജ്. ജാൻവി എല്ലാ തരത്തിലുള്ള ധൈര്യവും സംഭരിച്ചു. ദ നെക്സ്റ്റ് ഡേ ഷീ റീച്ച് ദ സ്കൂൾ. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ അവൾ സ്കൂളിലെത്തി. പാൻറ്റിങ് എന്ന് വെച്ചാൽ ആകെ ക്ഷീണിച്ച് ശ്വാസം ഇങ്ങനെ സ്പീഡിലെടുത്ത്. ടേക്കിംഗ് ബ്രെത്ത് ഫാസ്റ്റ് ആൻഡ് ഔട്ട് ഓഫ് ബ്രെത്ത് ആൻഡ് സ്റ്റുഡ് ബൈ ദ ഡോർ. അവൾ എവിടെ നിന്നേ? ഡോറിന്റെ അവിടെ നിൽക്കുകയാണ് ജാൻവി. ലിസണിങ് വൈൽ ദ ടീച്ചർ റീഡ് ഔട്ട് ദ ലെസൺ. അവൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ടീച്ചർ എന്ത് ചെയ്യാണ്? ആ ലെസൺ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് എ സ്റ്റോറി അബൌട്ട് എ പ്രിൻസ് കോൾഡ് അശോക. അപ്പൊ ടീച്ചർ എന്ത് ലെസണാ പഠിപ്പിച്ചുകൊണ്ടിരുന്നേ? അശോക എന്ന് പറയുന്ന ഒരു പ്രിൻസിന്റെ സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീച്ചർ. ഹു ബിക്കേം എ ഗ്രേറ്റ് കിങ്. ലിറ്റിൽ അപ്പു ഹാഡ് ഫോളൻ അസ്ലീപ് ഓൺ ഹെർ ഷോൾഡർ. അപ്പൊ അവൾ ആരെയും കൊണ്ടാ വരുന്നേ? ലിറ്റിൽ അപ്പുവിനെ നോക്കേണ്ട ജോലി അവക്കാണല്ലേ. ആ ലിറ്റിൽ അപ്പുവിനെ, അത് എൽഡസ്റ്റ് അല്ല യങ്ങസ്റ്റ് ബ്രദറിനെ തോളിലൊക്കെ വെച്ചോണ്ടാണ്, ഷോൾഡറിൽ ഇട്ടോണ്ടാണ് ഇവള് വന്നേക്കണം. അവൻ ഉറങ്ങുമായിരുന്നു. ഷീ ക്രെപ്റ്റ് നിയറർ ആൻഡ് നിയറർ ടിൽ ഷീ വാസ് ഇൻ ദ ബാക്ക് റോ. അവള് പയ്യെ എഴഞ്ഞ് ബാക്ക് റോ വരെ എത്തി. എന്നിട്ടോ സ്ക്വാറ്റിംഗ് വിത്ത് ദ അതേഴ്സ്. സ്ക്വാറ്റിംഗ് എന്ന് വെച്ചാൽ സിറ്റിംഗ്, ബെൻഡിങ് നീസ്, മുട്ടിങ്ങനെ കുനിഞ്ഞ് മറ്റുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നു. ഓൺ ദ എർത്തേഡ് ഫ്ലോർ, അതായത് തറയില്, മഡ് ഫ്ലോർ ആണ്, എർത്തൻ ഫ്ലോറിൽ ഇരുന്നു. ലിറ്റിൽ അപ്പു മെയ്ഡ് നോ നോയ്സ് ആൻഡ് ഷീ ലിസൺഡ്. അപ്പു ഉറങ്ങായിരുന്നു. അവൻ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കിയില്ല. അവൾ ഇങ്ങനെ കഥ ശ്രദ്ധിച്ചിരിക്കുകയാണ്. വേർ ഡിഡ് യു സ്പ്രിങ് ഫ്രം ലിറ്റിൽ ഗേൾ? ആസ് ദ ടീച്ചർ. കുറച്ചു സാറ് കണ്ടു. നീ ഇത് എവിടെ നിന്ന് സ്പ്രിങ് ഫ്രം എന്ന് വെച്ചാൽ നീ എവിടെ നിന്ന് വന്നു? നീ എങ്ങനെ അവിടെ വന്നു? സ്പ്രിങ് എന്ന് വെച്ചാൽ സീസൺ ആണ്. പക്ഷെ ഇവിടെ സ്പ്രിങ് ഫ്രം എന്ന് വെച്ചാൽ കം ഫ്രം. ആൻഡ് വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്താ? യു ആർ ന്യൂ ഇൻ മൈ ക്ലാസ്. നീ ഒരു ന്യൂ സ്റ്റുഡന്റ് ആണല്ലോ. ഷീ ഈസ് ഗോപി's സിസ്റ്റർ. ഗോപി ഈസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് said one of the boys. അതിനകത്ത് ഒരു ബോയ് പറഞ്ഞു, അയ്യോ ഈ കുട്ടി ഗോപിയുടെ, നമ്മുടെ അടുത്ത ക്ലാസ്സിലുള്ള ഗോപിയുടെ സിസ്റ്റർ ആണ്. ഇറ്റ് ഇസ് ജാൻവി. വേറൊരു കുട്ടി പറഞ്ഞു അവളുടെ പേര് ജാൻവി എന്നാണ്. സോ യു ആർ ഗോപി's ലിറ്റിൽ സിസ്റ്റർ. നൈസ് ലാഡ് ഗോപി. അപ്പം ടീച്ചർ പറയാണ് ഗോപി ഒരു നൈസ് കുട്ടിയാണ്. ലാഡ് എന്ന് വെച്ചാൽ ചൈൽഡ്. നമ്മുടെ ഗോപി ഒരു നൈസ് കുട്ടിയാണ്, നല്ല കുട്ടിയാണ് കേട്ടോ എന്നൊരു കമന്റ് ടീച്ചർ പറയാണ്. അപ്പൊ ഇവിടുത്തെ പിക്ചറിലൊക്കെ കുട്ടികൾ ടേബിളിലായിരിക്കുന്നത്. ശരിക്കും അവിടെ എർത്തേൺ ഫ്ലോറിലാണ് സ്റ്റോറിയിൽ ഇരിക്കുന്നത് കേട്ടോ. ഇഫ് യു റിയലി വാണ്ട് ടു കം ടു മൈ സ്കൂൾ ജാൻവി, ദ ടീച്ചർ ഹാസ് സെഡ്, വി വിൽ ടോക്ക് ടു യുവർ ഫാദർ അബൌട്ട് ഇറ്റ്. ഡോണ്ട് യു വറി, വി വിൽ ഫൈൻഡ് എ വേ. അപ്പൊ ജാൻവിയുടെ കാര്യങ്ങളൊക്കെ സാർ അറിഞ്ഞു. സാർ ജാൻവിയോട് പറഞ്ഞു, ഡോണ്ട് വറി ജാൻവി, നിനക്ക് സ്കൂളിൽ വരണമെന്നുണ്ടെങ്കിൽ നിന്റെ ഫാദറിനോട് ഞാൻ സംസാരിക്കാം. നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കാണാമെന്ന് ടീച്ചർ ജാൻവിയോട് പറയാണ്. ജാൻവി saw the teacher walking up the steps to their gate the next evening when she was lighting the lamp. അപ്പൊ ജാൻവി നോക്കുമ്പം നെക്സ്റ്റ് ഈവനിങ്ങില് നമ്മുടെ സാറ് വരികയാണ്. എങ്ങനെയാണ്? അവള് എന്ത് ചെയ്യായിരുന്നു? ലാമ്പ് ലൈറ്റ് ചെയ്യായിരുന്നു. ഈവനിങ്ങിൽ വിളക്ക് കത്തിക്കുന്ന സമയത്താണ്. ഗേറ്റ് ഒക്കെ തുറന്ന് സ്റ്റെപ്പ് ഉള്ള വീടായിരിക്കും. അപ്പൊ സ്റ്റെപ്പ് കയറി വരികയാണ് ആര്? ടീച്ചർ. She could see her father scratching his cheek the way he did when he was worried and the teacher was nodding and saying something she couldn't make up. അപ്പൊ ടീച്ചർ ഫാദറിനോട് സംസാരിക്കുകയാണ്. അപ്പൊ ഫാദർ worried ആവുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മുടെ ചീക്ക് കൈയിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യൂലോ, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ടീച്ചർ തല അങ്ങോട്ടും ഇങ്ങോട്ടും നോഡ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൾക്ക് മനസ്സിലായില്ല ഇവരെന്താണ് പറയുന്നതെന്ന് അവൾ കേട്ടില്ല. അവൾക്ക് മനസ്സിലായില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്, ഫാദർ കേൾക്കുന്നുണ്ട്, ടീച്ചർ നോഡ് ചെയ്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആൻഡ് മദർ സെഡ്, അപ്പൊ മദർ പറയുന്നുണ്ട്, ലിറ്റിൽ ജാൻവി, ഐ ഷൽ മിസ് യു വെൻ യു ഗോ ടു സ്കൂൾ. ജാൻവി, ഞാൻ നിന്നെ മിസ് ചെയ്യും നീ സ്കൂളിൽ പോകുമ്പോ. ഗേൾസ് ഷുഡ് ലേൺ ആസ് മച്ച് ആസ് ദേ വാണ്ട്. അപ്പൊ മദറിന്റെ ഒപ്പീനിയൻ നല്ല പോസിറ്റീവ് ഒപ്പീനിയൻ അല്ല. ഗേൾസ് എന്തോരം വേണമെങ്കിലും പഠിക്കണം. When I was your age, I wanted to go to school. മദർ പറയാണ്, നിന്റെ പ്രായത്തിൽ എനിക്ക് സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നു. But your grandmother said no.
നിന്റെ ഗ്രാൻഡ് മദർ, അതായത് ജാൻവിയുടെ മദറിന്റെ മദർ പറഞ്ഞു പോണ്ട. ബട്ട് നൗ ഐ ആം ഗ്ലാഡ് ദ ടീച്ചർ കെയിം ടു ടോക്ക് ടു യുവർ ഫാദർ. ഇപ്പൊ എനിക്ക് സന്തോഷമായി, നിന്റെ ടീച്ചർ ഇവിടെ വന്ന് ഫാദറിനോട് സംസാരിച്ചല്ലോ നിന്നെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട്. ആൻഡ് ജാൻവി സെഡ്, മദർ, വെൻ ഐ ഗ്രോ അപ്പ് I'll be a teacher and I will go from house to house in our village and ask all the little girls to come to my school. See, ഞാൻ വലുതാകുമ്പോ ഈ വില്ലേജിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ചെറിയ കുട്ടികളോട് സ്കൂളിൽ പോവാനെന്ന് പറയും. എന്റെ ആഗ്രഹം ഞാനൊരു ടീച്ചർ ആവണം എന്നാണ്. ആൻഡ് ഐ വിൽ ടീച്ച് ദം all that I am going to learn. ഞാൻ പഠിക്കാൻ പോകുന്നത് എല്ലാം ഞാൻ ഈ നാട്ടിലെ ഈ വില്ലേജിലെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കും ഞാനൊരു ടീച്ചർ ആയതിനു ശേഷം. അപ്പൊ അവളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട്. അവളുടെ ഡ്രീം ആലോചിച്ച് നോക്കി, എന്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഡ്രീം ആണല്ലേ. ആൻഡ് ഷീ went down the path between the fields the next morning before school began. അവള് നെക്സ്റ്റ് മോർണിംഗിൽ തന്നെ ആ വഴിയിലൂടെ അപ്പുറം ഇപ്പുറം ഒക്കെ പാടൊക്കെ ഉള്ള വഴിയിലൂടെ സ്കൂളിലേക്ക് നടക്കുകയാണ്. ടു മീറ്റ് ദ റിവർ. അവൾ എന്തിനാണ് പോണ സ്കൂളിലേക്ക്? സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് അവൾക്ക് എന്ത് ചെയ്യണം? റിവറിനെ മീറ്റ് ചെയ്യണം. റിവറിനോട് പറയണമല്ലോ അവള് പോവാന്ന്. ഐ ഡിഡ് ഇറ്റ്, ഷീ ടോൾ ദ റിവർ. റിവറിനോട് പറഞ്ഞു, ഞാനത് സാധിച്ചു, എനിക്കത് സാധിച്ചു. ഐ വാസ് സ്കേർഡ് ബട്ട് ഐ ഡിഡ് ഇറ്റ്. എനിക്ക് പേടിയായിരുന്നു, പക്ഷെ എനിക്കത് സാധിച്ചു കിട്ടി. ആൻഡ് ദേ ആർ ലെറ്റിംഗ് മീ ഗോ. അവരെന്നെ പോകാൻ അനുവദിച്ചു. I am going to learn to write my name and do sums and find out why our little fishes in the rice field turn into frogs. ഞാൻ സ്കൂളിലേക്ക് പോവാണ്. ഞാൻ എന്റെ പേര് എഴുതാൻ പഠിക്കും, കണക്ക് കൂട്ടാൻ പഠിക്കും. അതുകൂടാതെ എന്തുകൊണ്ടാണ് റൈസ് ഫീൽഡിലെ ചെറിയ ചെറിയ ഫിഷുകൾ ഫ്രോഗ് ആയിട്ട് പിന്നീട് ടേൺ ചെയ്യുന്നത് എന്ന് പഠിക്കാൻ അതും ശ്രദ്ധിക്കുക. അവൾക്ക് അറിയില്ല എന്താണ് ഫ്രോഗ് ആകുന്നത്, എന്താണ് ഫിഷ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഷ് ആൻഡ് ടാഡ്പോൾ, അതൊന്നും അവൾക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ അവള് പഠിക്കും. ഷീ ഹേർഡ് ദ റിവർ സ്ലീപ്പി ചക്കിൾ. അപ്പൊ നമ്മൾ റിവർ എന്താ അപ്പൊ ആ സമയത്ത് റിയാക്ട് ചെയ്ത് ഭയങ്കര ഉറക്കം തൂങ്ങുന്ന ഒരു ചക്കൽ എന്ന് വെച്ചാൽ ഒരു ലാഫ് ചെയ്യണ ഒരു തമാശ രീതിയിൽ ലാഫ് ചെയ്യണ ഒരു സൗണ്ട് ഉണ്ടാക്കി. കം അഗെയിൻ ലിറ്റിൽ ഗേൾ, നീ ഇനിയും വരണം. ആൻഡ് ഐ വിൽ ടെൽ യു ഓൾ അബൌട്ട് ദ ഷിപ്പ് ദാറ്റ് സെയിൽഡ് ദ സീ. ഞാൻ നിന്നോട് പറഞ്ഞു തരാം, എനിക്ക് എന്ത് കഥ അറിയാം? ഷിപ്പ് സീയില് സെയിൽ ചെയ്യുന്ന കഥകൾ അറിയാം. അങ്ങനെയുള്ള കഥകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നീ എപ്പോഴും വരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിവർ ജാൻവിനെ സ്കൂളിലേക്ക് സന്തോഷമായിട്ട് പറഞ്ഞയക്കുന്നതായിട്ടാണ് ഈ സ്റ്റോറി ഇവിടെ തീർക്കുന്നത്. ഓക്കെ, ഇത് എഴുതിയത് കമല നായരാണ്. ദ ഡേ ദ റിവർ സ്പോക്ക് എന്ന് പറയുന്ന ഒരു ബുക്കിന്റെ ഒരു ചെറിയ പോർഷൻ ആണ് ഇപ്പൊ നമ്മൾ വായിച്ച ഈ സ്റ്റോറി. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ലെസണുകളും ടെക്സ്റ്റൽ എക്സസൈസസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ മൈ ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.